തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ നമുക്കും അവകാശമുണ്ട്. വന്ദേ ഭാരത് എന്ന് പറയുന്ന 110 കിലോമീറ്റർ സ്പീഡിലോടുന്ന അല്ല ഇന്നത്തെ ആ സ്പീഡ്. നമ്മൾ ഈ പോയ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകളെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം. എൻ്റെ വീട്ടിൽ കഞ്ഞിയും പപ്പടവും പയറും കൂടെ വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അടുക്കളയിൽ പോയൊരു സ്റ്റൂൾ ഇട്ടിരുന്ന് കാണുകയും അത് സന്ധ്യയാകുമ്പോൾ വിളമ്പി അവന് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ടൂറിസം പ്രവർത്തനം. ഈ സ്വിറ്റ്സർലൻഡിൽ കാണാൻ കിട്ടാത്തത് നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ ഇവിടെ കാണിച്ചു കൊടുക്കാനുണ്ട്. കേരളത്തിന് മലയാളികൾക്ക് ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സന്തോഷ് ജോർജ് കുളങ്ങര സർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് മാറ്റത്തെ പറ്റി സംസാരിച്ചു തുടങ്ങാം. കേരളത്തിന്റെ ഈ ഒരു വികസനം മാറ്റം ഇപ്പോൾ ഉള്ളൊരു പോക്ക് വെച്ചിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഈ സ്പീഡിൽ പോകുമ്പോൾ ഉള്ളൊരു വിഷൻ. ഈ സ്പീഡ് ആപേക്ഷികമാണ്. പണ്ടത്തേക്കാൾ സ്പീഡ് ഉള്ളതായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ. പക്ഷേ ലോകത്തിനൊപ്പം ഉള്ളൊരു സ്പീഡിലേക്ക് ഇനിയും ആകാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മത്സരിക്കുന്നത് നമ്മളോട് തന്നെയല്ലല്ലോ, ലോകത്തോടും കൂടിയാണ്. നമുക്ക് സമാനമായ സമൂഹങ്ങളോടാണ്. കേരളം പോലെ തന്നെ അംബീഷ്യസായ ജനസമൂഹങ്ങളോട് നമ്മൾ മത്സരിക്കുന്നുണ്ട്. അത് യൂറോപ്യൻ നാടുകളിലോ അമേരിക്കയിലോ കിഴക്കനേഷ്യയിലോ മാത്രമല്ല, ആഫ്രിക്കയിലെ ജനങ്ങളോട് നമ്മൾ മത്സരിക്കേണ്ട സ്ഥിതിയുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ആഫ്രിക്കയിലായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് തോന്നി നമ്മൾ ഇനി മത്സരിക്കേണ്ടി വരുന്നത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളോടുമായിട്ടാണല്ലോ എന്ന്. എന്തിന്റെ ബേസിസ്? എല്ലാ കാര്യത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, പൗരബോധം, വൃത്തി, സൗന്ദര്യവൽക്കരണം, മനുഷ്യന്റെ സന്തോഷം, ഇങ്ങനെ പല മേഖലകളിൽ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും നമ്മളെക്കാൾ വളരെ മുമ്പിലാണ്. 10 കൊല്ലം മുമ്പ് നമ്മുടെ ആഘാതം, നമ്മളുടെ നമ്മുടെ ഒരു ചിന്ത നമ്മൾ ആഫ്രിക്കയെക്കാളൊക്കെ വളരെ മുമ്പിലായതുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ ഒരു ഉന്നത ശ്രേണിയിൽപ്പെട്ട ജനവിഭാഗമാണെന്ന്. റുവാണ്ട എന്ന് പറയുന്നൊരു രാജ്യത്ത് മാത്രം പോയപ്പം എൻ്റെ ആ അഹങ്കാരം എല്ലാം തകർന്നു പോയി. അവിടെ എങ്ങനെയായിരുന്നു സാറിനുള്ള എക്സ്പീരിയൻസ്? അവിടെ 94 കാലത്തൊക്കെ കൂട്ടക്കൊലകൾ നടന്ന്, വംശഹത്യകൾ നടന്ന് 10-15 ലക്ഷം ആളുകളെ 3 മാസം കൊണ്ട് കൊന്നുകളഞ്ഞ ഒരു രാജ്യമാണത്. അവിടെ നിന്നൊരു പരിവർത്തനം വന്ന് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളുള്ള, ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള, ഏറ്റവും വൃത്തിയായി രാജ്യത്തെ പരിപാടി, അതായത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഈ അടുത്ത കാലത്ത് സർവേ നടത്തി കണ്ടെത്തിയ ഒരു രാജ്യം ആഫ്രിക്കയിലെ റുവാണ്ടയാണെന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 10-20 കൊല്ലം കൊണ്ട് അവർ വരുത്തിയ മാറ്റം എന്താണ്? വിദ്യാലയങ്ങളിൽ, ഹൈസ്കൂളിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും അവിടെ ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് സൗജന്യമായിട്ട് ലാപ്ടോപ്പ് കൊടുക്കുകയാണ്. 2011-12 കാലം മുതൽ തന്നെ അവിടുത്തെ കർഷകരും സാധാരണക്കാരും പണം കൈകാര്യം ചെയ്യുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. കർഷക തൊഴിലാളികൾക്ക് കാശായിട്ട് പൈസ നമ്മളിപ്പോൾ കൊണ്ടുവന്നാൽ അവർ വേണ്ട, എൻ്റെ ഫോണിലേക്ക് ഇട്ടേക്കാനാണ് പറയുന്നത്. ഫോൺ പേയും ഗൂഗിൾ പേയും അല്ല, അവരുടെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുക. കാരണം അവിടെ ഈ സ്മാർട്ട് ഫോണുകളില്ല അവിടുത്തെ ഗ്രാമങ്ങളിലെ ഗ്രാമീണർക്കെല്ലാം. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് എൻ്റെ മൊബൈൽ നമ്പറിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഇൻ്റർനെറ്റ് ആവശ്യമില്ല അതിന്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതിസാധാരണക്കാർ വസിക്കുന്ന നാടുകളിൽ നമ്മൾ പണ്ട് പറഞ്ഞു ഓർക്കുന്നു, ഇൻ്റർനെറ്റ് ഇല്ലാത്ത കുഗ്രാമങ്ങളിൽ എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യും. അത് 2011 ഈ റുവാണ്ട നടപ്പാക്കി. അപ്പം ഞാൻ പറഞ്ഞത്, ഗതാഗത സംവിധാനങ്ങൾ, ഗതാഗത നിയമങ്ങൾ, പൊതുബോധം, പൗരബോധം, ഇതെല്ലാം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. സാറ് പറഞ്ഞതുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പം മാലിന്യ പ്രശ്നം, അല്ലെങ്കിൽ റോഡിലെ ട്രാഫിക് ബ്ലോക്ക്, കുണ്ടും കുഴിയും, ഇതൊക്കെയാണ് ഇപ്പം യൂത്ത് പ്രധാനമായിട്ടും പറയുന്ന പ്രശ്നം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ കേരളം എവിടെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല ഇപ്പോഴും. കാരണം കേരളം എന്ന് പറയുന്നത് നീളപ്പാട് കിടക്കുന്നതാണ്. കണ്ണൂരുള്ള ഒരാൾക്കും, തിരുവനന്തപുരത്തുള്ള ആൾക്കും, കാസർഗോഡുള്ള ഒരാൾക്കും, കോഴിക്കോടുള്ള ഒരാൾക്കും, കോട്ടയത്തുള്ള ആൾക്കും, ആലപ്പുഴയുള്ള ആൾക്കും ഒക്കെ തുല്യ അളവിൽ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ ഏത് സ്ഥലത്തും എത്താനുള്ള അവകാശമുണ്ട്, ഇല്ലേ? ആഗ്രഹിക്കുന്ന സമയത്ത് എത്താനുള്ള അവകാശമുണ്ട്. ചൈനയിലെ ഒരു പൗരന് ആ സൗകര്യമുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു പൗരനും ഇന്ത്യയിലെ ഒരു പൗരനും ആ അവകാശമുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് ബോംബെയിലേക്ക് ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ മനുഷ്യർക്ക് സൗകര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ നമുക്കും അവകാശമുണ്ട്. കാരണം നമ്മളും ടാക്സ് കൊടുത്തിട്ടാണ് ഈ രാജ്യം മുമ്പോട്ട് ഓടുന്നത്, അല്ലേ? നമ്മൾ വന്ദേ ഭാരത് എന്ന് പറയുന്ന 110 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന അല്ല ഇന്നത്തെ ആ സ്പീഡ്. അത് സാധാരണ ഗതാഗത സംവിധാനത്തിൽ ലോകത്ത് എവിടെയും 100-110 കിലോമീറ്റർ എല്ലാ ട്രെയിനും ഓടുന്നതാണ്. നമുക്ക് വേണ്ടത് മണിക്കൂറിൽ 400 കിലോമീറ്ററെങ്കിലും സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളുടെ കാലത്തേക്ക്, യുഗത്തിലേക്ക് നമ്മളെത്തി. ഞാനൊരു രാജ്യത്തെ, നമ്മളൊരു 2 എയർപോർട്ട് തമ്മിൽ വിമാനം ഓടിച്ചാൽ ആ വിമാനം 60 കിലോമീറ്റർ സ്പീഡിൽ ഓടുമോ? അല്ലല്ലോ. വിമാനത്തിനൊരു സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ സ്പീഡിലെ ഓടുള്ളൂ. ബോയിങ് വിമാനങ്ങളോ എയർബസോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആധുനിക വിമാനങ്ങളെല്ലാം 800-900 കിലോമീറ്റേഴ്സ് പെർ അവർ പറക്കുന്നത്. അത് കേരളം നടത്തിയാലും ഇന്ത്യ നടത്തിയാലും അമേരിക്ക നടത്തിയാലും ആ സ്പീഡ് വിമാനം പറക്കണം. അതാണ് ഗതാഗത സംവിധാനത്തിൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെ ട്രെയിനുകൾ ഇന്ന് യൂറോപ്പിലും, എന്തിനേറെ റഷ്യയിൽ, എന്തിനേറെ ആഫ്രിക്കയിലെ മൊറോക്കോ പോലുള്ള രാജ്യത്ത് പോലും ബുള്ളറ്റ് ട്രെയിനുകളുണ്ട്.
അവിടെയാണ് നമ്മളിത് വേണോ വേണ്ടയോ, എവിടെ പോകണം, എത്ര സ്പീഡ് വേണം, 100 ഇച്ചിരി കൂടുതലല്ലേ എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡിന്റെ കാര്യത്തിലേക്ക് വന്നാലോ? റോഡിലും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹൈവേ വരുന്നു. അതെ. ഒരു 15 കൊല്ലം മുമ്പ് വരേണ്ട ഒരു കാര്യം ഇത്. അതെ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണിത്. ഇപ്പൊ പോരുന്ന ഹൈവേ മാത്രം കൊണ്ടാവില്ല. നമ്മൾ ഇതിനി ഒരു ശിഷ്ടകാലത്തേക്ക് മുഴുവൻ ഒരു പദ്ധതിയാണ് ഈ 6 വരെയുള്ള NH66 നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പോരാ, അതിന് പാരലായിട്ട് ഒരു 2 വഴി കൂടിയെങ്കിലും വരണം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹൈവേ കൂടിയെങ്കിലും വരണം. ഉദാഹരണം പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ ആലപ്പുഴ, കൊല്ലം ഒക്കെ തീരദേശം ചേർന്ന് മാത്രമാണ് ഈ ഹൈവേ പോകുന്നത്. മധ്യ കേരളത്തിലുള്ള ഇതിലൂടെ പോയി ഇപ്പോൾ MC റോഡ് എന്ന് പറഞ്ഞ് ഈ 2 വരി പാതയെ മാത്രം ആശ്രയിക്കുന്നത്. ആ 2 വരി പാതയിൽ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താൻ ഞാൻ 5.5 മണിക്കൂർ വഴി കിടന്നു. കോട്ടയത്ത് നിന്ന് 140 കിലോമീറ്റർ താഴെ ഉള്ളൂ തിരുവനന്തപുരത്ത് എത്താൻ. 5 മണിക്കൂർ എടുത്തു. 2025 ഫെബ്രുവരി മാസത്തിലെ കണക്കാണ് ഞാനീ പറയുന്നത്. ഇത് മതിയോ? പകരം എന്തെങ്കിലും വഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോലും തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം, പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പം ഇതിനൊക്കെ അതിവേഗം മുമ്പോട്ട് പോകണം. അതിലെ പ്രശ്നം തീർച്ചയായിട്ടും ജനങ്ങൾ അവൻ്റെ സ്വന്തം വീടും പുരയിടവും നഷ്ടപ്പെടുമ്പോൾ പ്രതിഷേധിക്കും. അതുകൊണ്ട് വഴി നിർത്തി വെക്കാൻ പറ്റില്ല. പ്രതിഷേധക്കാരൻ്റെ പ്രതിഷേധം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണോ അത് ചെയ്യണം. പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആ നഷ്ടത്തേക്കാൾ ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ അതിന് തയ്യാറാവും. അതാണല്ലോ നാഷണൽ ഹൈവേ 66 നമ്മൾ കാണുന്നത്. അതിനാവശ്യത്തിലുള്ള അവന് ഒരു കുറ്റബോധം തോന്നാത്ത നഷ്ടപരിഹാരം കൊടുത്താൽ ഈ പ്രശ്നങ്ങൾ തീരും. അതാദ്യം അനൗൺസ് ചെയ്യുക. ഇപ്പോൾ കണക്ടിവിറ്റിയെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതിൽ കുറച്ചെങ്കിലും നമുക്ക് അനുകരിക്കാവുന്ന അല്ലെങ്കിൽ നല്ലൊരു മാതൃക എന്ന് എനിക്ക് തോന്നിയത് കൊച്ചിൻ മെട്രോയുടെ കാര്യം എടുക്കാം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഫീഡർ ബസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുണ്ട്, ഇൻഫോ പാർക്കിലേക്കുണ്ട്, ആലുവയിൽ നിന്ന് എയർപോർട്ടിലേക്കുണ്ട്. ഇപ്പം മെട്രോ കയറുന്ന ഒരാൾക്ക് എവിടോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് എത്തിക്കാൻ മെട്രോ തന്നെ ബസ് സർവീസ് ഉണ്ട്. അത് നല്ല ബസ്സുകളുണ്ട്, AC ബസ്സുകളുണ്ട്, സൗകര്യമുള്ള ബസ്സുകൾ. അപ്പോൾ അതൊരു നല്ല മാതൃകയല്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ളതല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അത് വേണം. അത് വളരെ ഈ മെട്രോ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാതെ മെട്രോ ഓടിക്കഴിഞ്ഞ് 5 കൊല്ലം കഴിയുമ്പോൾ എന്തുകൊണ്ട് മെട്രോയിൽ ആളുകൾ എന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടതല്ല. ലോകത്ത് എല്ലായിടത്തും മെട്രോകൾ അങ്ങനെയാണ്. ഫീഡർ ഫെസിലിറ്റികളുണ്ട് അങ്ങോട്ട്. ഇപ്പം ബോംബെ തന്നെ സബർബൻ ട്രെയിൻ നിങ്ങൾ നോക്കിയേ. ഗോരേഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ബോറിവിലി എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിനിൽ നമ്മൾ ചെന്ന് ഇറങ്ങിയാൽ അവിടെ ബെസ്റ്റിൻ്റെ ബസ്സുകൾ അവിടെ വന്ന് കിടക്കുകയാണ്. അവിടെ നടന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. തെക്ക് വടക്കായിട്ടാണ് ഈ സബർബൻ ട്രെയിൻ ഓടുന്നതെങ്കിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഓടുന്ന ബസ് സർവീസാണ് അവിടെ ഓടുന്നത്. എല്ലാ ബസ് റെയിൽവേ സ്റ്റേഷനെയും നമ്മൾ കണക്ട് ചെയ്ത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ മെട്രോ സ്റ്റേഷനെയും കണക്ട് ചെയ്ത് ഓടുന്ന എല്ലാ മെട്രോ സ്റ്റേഷനിലും വേണം. ഇത് ആലുവയിൽ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി മാത്രം പോരാ. അതെ. അപ്പം തൃപ്പൂണിത്തറ ഒരു ടെർമിനൽ സ്റ്റേഷൻ ആണെങ്കിൽ തൃപ്പൂണിത്തറ നിന്ന് വൈക്കം ഭാഗത്തേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ ബസ്സുകൾ ഇങ്ങനെ നിരന്തരം ഓരോ മെട്രോ വണ്ടിയും അല്ലെങ്കിൽ ഒരു 2 ട്രെയിനെങ്കിലും വരുമ്പോൾ ഒരു ബസ് പുറപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങണം. ഇതിനൊക്കെ ലോകത്ത് മാതൃകകളുണ്ട്. ഇതൊന്നും മെട്രോ നമ്മൾ കണ്ടുപിടിച്ചതല്ലോ, റെയിൽവേ നമ്മൾ കണ്ടുപിടിച്ചതല്ലോ, തീവണ്ടി എഞ്ചിൻ നമ്മൾ കണ്ടുപിടിച്ചതല്ലോ. എന്നാൽ പിന്നെ അവരുടെ സിസ്റ്റം കൂടെ നമുക്ക് ഇങ്ങനെ എടുത്തുകൂടെ? അപ്പം ഇനി നമുക്ക് യൂത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഏറ്റവും കൂടുതൽ അവർ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് എൻജോയ് ചെയ്യാൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാതറിങ് ചെയ്യാൻ പറ്റുന്നൊരു ഫെസ്റ്റിവലുകളുടെ കുറവ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ യൂത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ യൂത്തിനായി നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പം കൂടുതൽ പേരും പുറത്തേക്ക് പോവാണ്. ജോലിയുടെ കാര്യത്തിലായാലും അവരുടെ ലൈഫ് സ്റ്റൈലായാലും ഫ്രീഡത്തിന്റെ കാര്യം അതാണല്ലോ മെയിനായിട്ട് വരേണ്ടത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം അവരെ പിടിച്ചു നിർത്താൻ? ഇല്ല, അവരെ പിടിച്ചു നിർത്താൻ എന്താ വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോക നിലവാരത്തിൽ എന്തെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവരുടെ പ്രായമുള്ള യുവജനങ്ങൾ ജർമ്മനിയിൽ, അമേരിക്കയിൽ, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, ന്യൂസിലാൻഡിൽ, സിംഗപ്പൂരിൽ, അല്ലെ മലേഷ്യയിലോ തായ്ലൻഡിലോ പോലും എങ്ങനെ ജീവിക്കുന്നുവെന്ന് കണ്ടുപിടിക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന്, ധാരാളം വ്ളോഗേഴ്സ് കേരളത്തിൽ തന്നെ പോയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 2, ഇൻ്റർനാഷണൽ വ്ളോഗേഴ്സ് അവരുടെ നാടിൻ്റെ കഥകളും ജീവിതവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോകളിലൂടെയൊക്കെ ഇവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ കുറവുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വയസ്സായ കുറേ രാഷ്ട്രീയക്കാരുടെ ഉത്ബോധനമൊന്നും ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല. അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പത്രം വായിക്കുന്ന ചെറുപ്പക്കാരിന്ന് എത്രയുണ്ട്, അല്ലെങ്കിൽ TV ന്യൂസ് കാണുന്ന ചെറുപ്പക്കാരിന്ന് എത്രയുണ്ട്? അവരപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? അവർക്കറിയാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ എവിടെ നിൽക്കുന്നു നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സ്വപ്നങ്ങൾ ഇവിടെ സാക്ഷാത്കരിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ അവസരമുള്ളിടത്തേക്ക് അവർ പോകും. ഇവിടെ 2 ഏക്കർ ഭൂമിയുള്ളവൻ അല്ലെങ്കിൽ 10 സെന്റ് ഭൂമിയുള്ളവൻ അത് വിറ്റിട്ടാണല്ലോ അങ്ങ് പോകാൻ തോന്നും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. ഈ കുറച്ച് ടൂറിസത്തിന്റെ കാര്യത്തിലേക്ക് സാർ, ലോകരാജ്യങ്ങളൊക്കെ കൂടുതലും സഞ്ചരിച്ചിട്ടുള്ള, അവിടെയൊക്കെ ജീവിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നത് വന്യജീവി സംഘർഷം കുറച്ചുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് ആണ് ഈ അടുത്ത് കാട്ടാന ആക്രമിക്കുകയും മരണപ്പെടുകയും ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള രാജ്യത്തൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ? അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? നമുക്ക് അതേപോലെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നൂടെ? കാരണം അത് ടൂറിസത്തെ ബാധിക്കില്ലേ ഇവിടെ?
ടൂറിസത്തെ മാത്രമല്ല ജനജീവിതത്തെ ബാധിക്കുമല്ലോ. അതെ. ഇപ്പൊ കാട്ടാന മാത്രമല്ല, കാട്ടുപന്നി പോലും പ്രശ്നമാണ്. പുലി, കടുവ, ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഉം. അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു നിയമം എന്തെങ്കിലും ഒരു 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 എന്താണ് ഒരു ഒലക്ക പോലൊരു നിയമം ഉണ്ടാക്കിയിട്ട് അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ ഉണ്ടാക്കി വെക്കുക എന്നതിനേക്കാൾ കാലാകാലങ്ങളിലും സാഹചര്യത്തിനനുസരിച്ച് അത് പരിഷ്കരിക്കുന്നുണ്ട്. ഉം. ഉദാഹരണം പറഞ്ഞാൽ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ചില സീസണുകളിൽ മാനുകളെ അല്ലെങ്കിൽ ചില വന്യജീവികളെ വേട്ടയാടാനുള്ള അനുവാദം കൊടുക്കും. കാരണം അവർക്ക് കണക്കുണ്ട്, ഇത്രയും കൂടുതൽ ഇത്ര വരുന്ന ഒരു വനപ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിൽ കൂടുതൽ പെറ്റുപെരുകി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വിഭവങ്ങൾ അവിടെ ഇല്ലാതാവും. അതിൽ കൂടുതൽ വിഭവങ്ങൾ ഇല്ലാതായാൽ അവിടെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാവണം. അപ്പോൾ മാന് ഇളന്നാമ്പുള്ള പുല്ല് വേണം. അതില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി. പന്നിക്ക് ഈ പറഞ്ഞ കാട്ടുപന്നിക്ക് കാട്ടിനകത്ത് ജീവിക്കാനുള്ള സൗകര്യം ഇല്ലാതെ വരുമ്പോഴാണ് കിഴങ്ങ് തേടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവയെ കൊന്ന് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കും അത്തരം രാജ്യങ്ങൾ. ഇറച്ചി ഉപയോഗിക്കാം, അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ട കാര്യമില്ല. അതെന്തൊരു യുക്തിരഹിതമായ കാര്യമാണ്. അപ്പം ഈ യുക്തിരഹിതമായ കാലത്തിന് നിരക്കാത്ത നിയമങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് വരട്ട് തത്വശാസ്ത്രവും പറഞ്ഞ് നമ്മൾ ഇനിയും ഉള്ള ശിഷ്ടകാലം പോകുന്നതിന് പകരം നമ്മൾ ചെയ്യാൻ പരാജയപ്പെടുന്ന കാര്യങ്ങൾ വിജയിച്ച നാടുകൾ എങ്ങനെ ചെയ്തു എന്ന് മാത്രം പഠിച്ചാൽ പോരെ. അതിന് വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ലല്ലോ. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല അതിനൊക്കെ പരിഹാരം എങ്ങനെ കണ്ടിരിക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്, ഇല്ലേ? അതെ. അപ്പൊ ഇവർക്കൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോലും അറിയില്ല എന്നല്ല ഇതിൻ്റെയൊക്കെ അർത്ഥം. നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ കേരളം എത്രത്തോളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. സാറിന് അതിന് എന്താ പറയാനുള്ളത്? ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു 10-15 കൊല്ലം മുമ്പുള്ള അത്ര തീഷ്ണമായ സംരംഭക എതിരായ നിലപാടുകൾ കാര്യമായിട്ട് വരുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരമോ ഹർത്താലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാലമായിട്ട് അത് കുറഞ്ഞു വരികയും പൊതുസമൂഹത്തിൽ ഇപ്പം ഒരു സംരംഭകനെതിരായ ഒരു വിഷയം വന്നാൽ 10 കൊല്ലം മുമ്പ് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഒരിക്കലും ആ സംരംഭകന്റെ കൂടെയല്ല നിന്നിരുന്നത്, അല്ലേ? ആ സംരംഭകന്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. എത്രയോ ഉദാഹരണമുണ്ട്. അക്കാലത്തെ ന്യൂസുകൾ ഫയലെടുത്ത് നോക്കിയാൽ പഠിക്കാം. ടെലിവിഷൻ ചാനലുകളൊക്കെ അതായിരുന്നു പൊതുസമൂഹത്തിൻ്റെയും ആ പൊതുസമൂഹത്തെയും മാധ്യമങ്ങളെയും തൃപ്തിപ്പെടുത്താൻ രാഷ്ട്രീയക്കാരുടെയും നിലപാട് അതായിരുന്നു. എന്നാൽ ഇന്ന് നോക്കൂ, ഒരു സംരംഭകനെതിരെ സർക്കാരോ സംവിധാനമോ തിരിഞ്ഞാൽ മാധ്യമങ്ങൾ ആ സംരംഭകന്റെ കൂടെ നിൽക്കുന്ന രീതിയിലേക്കും പൊതുസമൂഹം കൂടെ നിൽക്കുന്ന രീതിയിലേക്കും മാറി. കമന്റുകൾ ആ സംരംഭകന് അനുകൂലമായിട്ട് മാറി. അതിനർത്ഥം പൊതുസമൂഹത്തിന്റെ ചിന്ത മാറി. അതോടെ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ചിന്തയെ അതനുസരിച്ച് സ്വിങ് ചെയ്തു. ആ സ്വിങ്ങിന്റെ ഗുണം പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും അതിന് അർത്ഥമില്ല. ഇനിയും ഏറെ ശാസ്ത്രീയമാവേണ്ടതുണ്ട്. ഇനിയും ഏറെ ആത്മവിശ്വാസം സംരംഭത്തിലേക്ക്. കാരണം സംരംഭകൻ എവിടുന്നോ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കുറെ സത്വമായിട്ട് വന്ന ഒരു ചൂഷകനൊന്നുമല്ല. അവൻ അത്യധ്വാനം. അവനൊരു സാധാരണ വീട്ടിൽ ജനിച്ചതാ. അവനൊരു കർഷകന്റെ മകനാ, ഒരു തൊഴിലാളിയുടെ മകനാ, അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ മകനാ, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്കാരന്റെ മകനാ. അവൻ എവിടുന്നൊക്കെയോ സമ്പാദിച്ച് കടം വാങ്ങിച്ച പൈസയായിട്ട് വന്ന് അവന്റെ ജീവിതം പണയപ്പെടുത്തിയ ഒരു സംരംഭമായിട്ട് ഇറങ്ങുക. അല്ലാതെ ഒന്നും അങ്ങോട്ട് അവന് ഇഷ്ടം പോലെ നമ്മളാരും സംഭാവന ചെയ്യുന്നില്ല. ഓരോ കസ്റ്റമറുടെയും ഓഡിറ്റ് നടക്കുന്നുണ്ട് അവിടെ. അവൻ തൂക്കി നോക്കി ക്വാളിറ്റി അളന്നു നോക്കി നല്ല കർശന ബുദ്ധിയോടെ ഒരു സാധനം വാങ്ങുള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡ് മുതൽ സർക്കാരിൻ്റെ ഓരോ ഡിവിഷനുകളും ഇവനെ എവിടെയൊക്കെ പിടിക്കാതെ നോക്കിയാണ് നിൽക്കുന്നത്. ഇൻകം ടാക്സും ഹെയ്ഡിയും ഉൾപ്പെടെ സർവ്വരുടെ നിരീക്ഷണത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വിപണിയുടെ ചാഞ്ചാട്ടങ്ങൾ, കറൻസിയുടെ പ്രശ്നങ്ങൾ, ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ, ഇതിന് ഒരു ദിവസം ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഒരു സംരംഭകം നേരിടുന്നത്. ഇത് കഴിഞ്ഞ് സമൂഹത്തിൻ്റെ വിമർശനവും സമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും തൊഴിലാളി യൂണിയൻ്റെയും കൂടെ ആക്രമണങ്ങളോട് സഹിച്ച് കേരളത്തിൽ ഇത് ചെയ്യേണ്ടെന്ന് അവർ ചിന്തിച്ചാൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അത് മാറ്റം വരികയും അവന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കുകയും ചെയ്താൽ രാഷ്ട്രീയക്കാരും പൊതുജനവും ഒക്കെ സംരംഭകനിടുന്ന കേരളത്തിൻ്റെ എക്കോണമി നന്നാവും. എക്കോണമി നന്നാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാൻ, നല്ല ശമ്പളത്തോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സൈഡ് ഏതാണെന്നാണ് സാറിന് തോന്നുന്നത്? എല്ലാ മേഖലയും ഇനിയും ഏറെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ തൊട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ടൂറിസം പോലും അതിനൊരു അറ്റത്ത് തൊട്ടിട്ടല്ലേ ഉള്ളൂ. ടൂറിസത്തിൽ കോടാനുകോടി കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയല്ലേ. ഓരോ ഗ്രാമത്തിലേക്കും ഓരോ കുടുംബത്തിലേക്കും വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മേഖലയല്ലേ ടൂറിസം. എൻ്റെ ഗ്രാമത്തിൽ വന്ന് എൻ്റെ ഗ്രാമത്തിൻ്റെ ഉത്സവം, എൻ്റെ ഗ്രാമത്തിലെ ആചാരങ്ങൾ, എൻ്റെ ഗ്രാമത്തിലെ കൃഷികൾ, എൻ്റെ ഗ്രാമത്തിലെ ജീവിതചര്യകൾ, എൻ്റെ ഗ്രാമത്തിലെ ആയുർവേദ ചികിത്സകൾ നടത്തുന്ന നാട്ടുമ്പുറത്തെ ഒരു വൈദ്യൻ്റെ വീട്ടിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ടൂറിസം പ്രോഡക്റ്റാണ്. എൻ്റെ വീട്ടിൽ റബ്ബർ വെട്ടുന്നുണ്ടെങ്കിൽ അതിൽ വെളുപ്പിനെ ഏറ്റ് തലേ ടോർച്ചും കെട്ടിവെച്ച് റബ്ബർ ടാപ്പ് ചെയ്തതും റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നതും കാണിച്ചു കൊടുത്താൽ സ്വീഡനിൽ നിന്നോ നോർവേയിൽ നിന്നോ USA നിന്ന് വരുന്ന സാഹിബിനത് അത്ഭുതമാണ്. എൻ്റെ വീട്ടിൽ കഞ്ഞിയും പപ്പടവും പയറും കൂടെ വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അടുക്കളയിൽ പോയൊരു സ്റ്റൂൾ ഇട്ടിരുന്ന് കാണുകയും അത് സന്ധ്യയാകുമ്പോൾ വിളമ്പി അവൻ്റെ മുമ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ടൂറിസം പ്രവർത്തനം.
അതല്ലാതെ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറുന്നാൽ മാത്രമേ ടൂറിസം ഉണ്ടാവുമെന്ന് പറയുന്നത് തെറ്റാ. നമ്മൾ അതിനുവേണ്ടി ബുർജ് ഖലീഫ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കായൽ കാണാൻ വേണ്ടി മാത്രം കേരളത്തിലാരും വരുന്നത് തെറ്റിദ്ധാരണയാണ്. ഇതിനേക്കാൾ നല്ല ഗംഭീര കായലുകൾ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്. 10,000-കണക്കിന് കായലുകളുണ്ട് കാനഡയിൽ, മനസ്സിലായില്ലേ? USA ഒക്കെ കായലുകളും പരിസരവും വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. സ്വിറ്റ്സർലൻഡിലെ കായലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തടാകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചുറ്റും മഞ്ഞണിഞ്ഞ മലനിരകളും അതിമനോഹരമായ പുൽമേടുകൾ, അതിനെ നടക്ക് നല്ല നീലത്തളിക പോലെ കിടക്കുന്ന, അത് കണ്ടിട്ട് ഇവൻ ഇവിടെ കിടന്ന ചീഞ്ഞളിഞ്ഞ് ഈ കായൽ കാണാൻ വരുന്നത്. അവൻ വരുന്നത് കേരളത്തിന്റെ ഒന്നെങ്കിൽ ആയുർവേദമാണ് ഇപ്പോൾ ആളുകൾ വിദേശികൾ ഇവിടെ കൊണ്ടിരുന്ന പ്രധാന ഘടകം, വെൽനസ് ടൂറിസം. അതിൽ ആയുർവേദം നമ്മുടെ ഹൈലൈറ്റ് ആക്കണം, ഒപ്പം ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഈ സ്വിറ്റ്സർലൻഡിൽ കാണാൻ കിട്ടാത്തത് നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ ഇവിടെ കാണിച്ചു കൊടുക്കാനുണ്ട്. ഭക്ഷ്യരീതികൾ, കലകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ടൂറിസം പ്രൊഡക്റ്റ് ആകണം. ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാള് വലിയ ലീവൊന്നും ഇല്ല, പക്ഷെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടോ? ടിപ്സേ ഉള്ളൂ. പക്ഷേ പ്രശ്നം ഇവരൊന്നും ആരും ഇത് കേൾക്കാറില്ല. ഞാനൊരു 10 കൊല്ലമായിട്ട് പറയുന്ന ടിപ്സാ. ദിവസമേ ഒരു 100 രൂപ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ 100 രൂപ ഇന്നത്തെ കാലത്ത് സേവ് ചെയ്യാൻ പറ്റുകയും വർഷത്തിലൊരു 4 ദിവസം നിങ്ങൾക്ക് അവധിയെടുക്കാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് പോകാനും അനുഭവിക്കാനും പറ്റുന്ന ധാരാളം ഡെസ്റ്റിനേഷനുകളുണ്ട്, സാധ്യതകളുണ്ട്. 4 ദിവസം സാർ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, 4 ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ 4 ദിവസത്തിലെല്ലാം അറിയാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. 4 ദിവസത്തിൽ എല്ലാം അറിയാൻ വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത്. ഇപ്പോൾ ജീവിതകാലത്തെ ഭക്ഷണം മുഴുവൻ നമ്മൾ ഒരു ദിവസം കൊണ്ടല്ലോ കഴിക്കുന്നത്. അതെ. അടുത്ത കൊല്ലം വീണ്ടും പോകും അടുത്ത സ്ഥലത്തേക്ക്. 5 കൊല്ലം പോയി കഴിയുമ്പോഴത്തേക്ക് 4-20 ദിവസങ്ങൾ 20 രാജ്യങ്ങളിലെ അനുഭവങ്ങളാവും. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക. ഇത്രയും സഞ്ചാരം എന്ന് പറയുന്ന എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് കണ്ട സഞ്ചാര ടെലിവിഷൻ ചാനലിലെ പരിപാടി ചെയ്യുന്ന ഞാൻ പോലും മാസത്തിൽ 4 ദിവസം ഒന്നിച്ച് യാത്ര ചെയ്യാറുള്ളൂ. എന്നിട്ടാണ് 25 എപ്പിസോഡ് ഉണ്ടാക്കുന്ന ഒരു മാസം പോകാനുള്ളത്. അല്ല, ഒരു രാജ്യത്ത് പോയി നമ്മളങ്ങ് സ്ഥിരതാമസമാക്കേണ്ട കാര്യമൊന്നുമില്ല രാജ്യത്തെ പഠിക്കാൻ. നമുക്ക് സാമ്പിൾ ചെയ്താൽ പോരെ. എങ്ങനെ ഒരു ബെസ്റ്റ് ഒരു സ്ഥലം ചൂസ് ചെയ്യും? പഠിക്കുക. നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എവിടെയൊക്കെ പോകണമെന്ന് ഒരു ബക്കറ്റ് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അവിടെ ഇൻ്റർനെറ്റിലിരുന്ന്, ഗൂഗിളിലിരുന്ന്, യൂട്യൂബിലിരുന്ന് നിരന്തരം സമയം കിട്ടുമ്പോഴൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ഞാൻ എന്താണേലും മലേഷ്യയിലെ ജെൻഡിങ് ഹൈലാൻഡിൽ പോയിരിക്കും. ജെൻഡിങ് ഹൈലാൻഡ് കാണാത്ത ഒരാളെ കൊണ്ടുപോകുമ്പോഴേ കുഴപ്പം. ജെൻഡിങ് ഹൈലാൻഡ് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ ടൂറിന് കൊണ്ടുപോകാനേ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം. ജെൻഡിങ് ഹൈലാൻഡ് അറിയുന്ന ഒരാൾ ആഗ്രഹിച്ചതിന് ശേഷം, അവൻ പൈസ സേവ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അവിടെ പോയാൽ അവരുടെ ഈ ചോദ്യം ഒന്നും വരില്ല. അവർ അറിഞ്ഞിട്ട് പോകുന്ന സ്ഥലമായിരിക്കും. അല്ലെങ്കിൽ മസായ് മാരയിൽ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് അറിയുകയും അത് ഏത് സീസണിലാണെന്നും അത് എവിടെ പോയി നല്ല വൃത്തിയായിട്ട് കാണുകയെന്നൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കുക. അതിന് കാശ് മുടക്കില്ലല്ലോ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോരെ. അത് മനസ്സിലാക്കിയ ഒരാൾക്ക് മസായ് മാരയിൽ ജൂലൈ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ എനിക്ക് പോകണം എന്ന് തീരുമാനിച്ചാൽ എയർലൈൻ എവിടെ കിട്ടും ഏറ്റവും കുറഞ്ഞത്, അവിടെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ താമസിക്കാൻ പറ്റും, ഇത് കണ്ടുപിടിക്കാനുള്ള വഴികളും ഗൂഗിളിലുണ്ട്. അല്ലെങ്കിൽ ധാരാളം ടൂർ കമ്പനികളുണ്ട്. കാശുണ്ടെങ്കിൽ ടൂർ കമ്പനികൾ വഴി പോകാം, കാശില്ലെങ്കിൽ സ്വയം പോകാം. ഇപ്പോഴും സാറിനെ ഇൻസ്പയർ ചെയ്യുന്ന എന്താണ്? അല്ലേ, നമ്മളെ ഇപ്പോൾ പല കാലഘട്ടങ്ങളിൽ പലരും ഇൻസ്പയർ ചെയ്യും. അപ്പം നമ്മൾ ആ ഇൻസ്പിറേഷൻ കണ്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വളരണം. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം നമ്മൾ വളരണം. വളർന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ പേരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായി മാറാൻ കഴിയും. അവിടെ നമുക്ക് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ പേരെ നമുക്ക് എങ്ങനെ ഇൻസ്പയർ ചെയ്യാമെന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. പിന്നെ നമ്മൾ ഈ പോയ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകളെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം. പരമാവധി ആളുകളെ ലോകത്തിലേക്ക് ഈ ടെലിവിഷൻ സ്ക്രീനിൽ അല്ലെ മൊബൈൽ ഫോണിൻ്റെ ഒരു സ്ക്രീനിൽ ലോകം കാണുന്നത് എൻ്റെ ഒരു ഘട്ടത്തിലെ പ്രവർത്തനമായിരുന്നു. ഇനി മരണം വരെ ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ വളരുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ ഫിസിക്കലി നിങ്ങളെ അവിടെ കൊണ്ടുപോകുന്ന ആളാകണം, വേണ്ടേ? അതെ. നിങ്ങളെ ടി വിയിൽ ലോകം കാണിക്കലല്ല, നിങ്ങളെ നേരിട്ട് കൊണ്ടുപോയി അവിടെ കാണിക്കാൻ പറ്റുന്ന സാഹചര്യം ഞാൻ ഒരുക്കണം. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകേണ്ടത്. അതിലെന്തെങ്കിലും ഹിന്റാണോ സാറ് തരുന്നത്? എന്തെങ്കിലും വലിയ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും തുടങ്ങിക്കഴിഞ്ഞിട്ടല്ലോ. ഞാനിപ്പോൾ തന്നെ 9 ടീമിനെ ഇതിനോടകം വിവിധ ലോകരാജ്യങ്ങളിൽ കൊണ്ടുപോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ ആഫ്രിക്കയിലെ 5 രാജ്യങ്ങളിലേക്ക് 40 പേരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിരിക്കുന്ന സമയമായത്. എല്ലാ മാസവും ഞാനിപ്പോൾ ടൂർ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. യെസ്. അപ്പൊ അതിലേക്ക് എങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ആക്സസ് മീൻസ് അത് സഞ്ചാരത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടൂർ ഏത് ഉണ്ടെന്ന് പറയും, അവിടെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയും. അത് വലിയ പബ്ലിസിറ്റി കൊടുത്തില്ല, കാരണം കണ്ടമാനം പേരെ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മളൊരു ചെറിയ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പേര് അതിനുവേണ്ടി വരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ഒരു പരിപാടിക്കകത്ത് ഒരു തവണ പരസ്യമൊക്കെ ചെയ്ത് അങ്ങനെ നിർത്തും. അതിൽ ഏറ്റവും വ്യൂവർഷിപ്പ് കുറഞ്ഞതെന്ന് തോന്നുന്ന പരിപാടികളിലോ ഒക്കെ കൊടുത്ത് പയ്യെ നിർത്തുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ടൂറിനുള്ള ആളങ്ങ് ഫില്ലാവും. താങ്ക് യു സോ മച്ച്.